ഞങ്ങളെ സംബന്ധിച്ച് കുറേ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സന്ദർഭമാണ്. അതായത് 3:10 മുതൽ 7 മണി വരെ നട അടച്ചിരിക്കും. അപ്പോൾ ദർശനം ഉണ്ടാവില്ല. മാത്രമല്ല, താലപ്പൊലി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3:10 വരെ താലപ്പൊലി നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. കാരണം 3:10 മുമ്പേ ഞങ്ങൾക്ക് നട അടക്കുന്നതിന് മുമ്പേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കേണ്ട ചടങ്ങുകളുണ്ട്. അതുകൊണ്ട് 1:30 മുമ്പ് തന്നെ താലപ്പൊലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ എല്ലാ മീഡിയയിലും, പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നിങ്ങളുടെ സഹകരണത്തോടു കൂടി കേരളം ഒട്ടുക്കും അറിയണം. കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. കാരണം ക്ഷേത്രം അടച്ചിരിക്കും. അവർ വളരെ പ്രതീക്ഷയോടെ ഒരു ചടങ്ങിന് വരുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം. അത് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത്, അത് ഹൈലൈറ്റ് ചെയ്തു തന്നെ പറയണം. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 8:30 ചൂരൽകുത്ത് ചടങ്ങ് തുടങ്ങും. അതിനു മുമ്പേയും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനും ആ സമയത്തും എന്തായാലും താലപ്പൊലിയോ മറ്റൊന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം, താലപ്പൊലി കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം 1:30 മുമ്പേ 2:15 നിവേദ്യമെങ്കിലും ഈ താലപ്പൊലി 1:30 മുമ്പ് ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകണം.